വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് താൻ പിന്നോട്ടില്ലെന്ന് RPI സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാൻ 24 പറഞ്ഞു. RPI NDA സഖ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആദിവാസികളുടെ ഉന്നമനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് നുസ്രത്ത് ജഹാൻ പറഞ്ഞു. വെച്ച കാലമേ പിന്നോട്ട് വലിക്കുന്ന സ്വഭാവം റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യക്കില്ല. BJPക്ക് മുമ്പേ വന്നൊരു പാർട്ടിയാണിത്. ഇതൊരു ധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധത്തിൽ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെ, എന്തായാലും കേന്ദ്രത്തിൽ അങ്ങനെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾക്ക് ഇവിടെ ഒരു പിളർപ്പുണ്ടാക്കാൻ ഞങ്ങളില്ല. അപ്പോൾ അത് അവർ തമ്മിലായിക്കോട്ടെ, നേതാക്കൾ തമ്മിലുള്ളതിൽ നമ്മൾ ഇതില്ല. നമ്മൾ അയച്ച ആള് നമ്മൾ യുദ്ധം ചെയ്യുക, സുരേന്ദ്രൻ അയച്ച ആളോട് സുരേന്ദ്രന് യുദ്ധം ചെയ്യണമല്ലോ. അപ്പോൾ ബാക്കി നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം. നമ്മൾക്ക് എപ്പോഴും നല്ല വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് നമ്മൾ വരുന്നത്. എന്തായാലും ഒരു നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങളും നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുക, NDAന്റെ ഭാഗമായിട്ട് നാരീശക്തിയെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ഒരു മോനിഷ ബാബ പറയുന്നത് ഇതൊന്ന് പറയണം. പെൻഷൻ 1600 രൂപ എന്ന് പറഞ്ഞിട്ട് 1300 രൂപയാണ് അമ്മാമ്മയ്ക്ക് കിട്ടിയത്. മറ്റൊരാൾക്ക് 1600 കിട്ടി, ചിലക്ക് 1200. എനിക്കറിയാവുന്ന ഒരാൾക്കും ഇതുവരെ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പല രീതിയിലാണോ പെൻഷൻ പോകുന്നത് എനിക്ക് അറിയില്ല കേട്ടോ, എന്നൊന്ന് അന്വേഷിക്കണം. ചേറാടിയും ഒരു സന്ദേശം പറഞ്ഞിരിക്കും, എല്ലാവരും വലിയ വീടുകൾ പണിയും, പക്ഷേ ഗ്യാസ് കുറ്റി സ്റ്റൗവിൻ്റെ അടിയിൽ വയ്ക്കും. ചിലപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ ഈ ഗ്യാസിൻ്റെ പുറത്ത് ദോശ ഇട്ട് വെക്കുകയും ചെയ്യും. ദോശ ഇട്ട് വെക്കാനുള്ള പാത്രം അവിടെ ആയിരിക്കും ഇരിക്കുക. കാര്യം ആദ്യം നമ്മൾ വളരെ ഗൗരവത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി വളരെ സൂക്ഷിച്ചൊക്കെ വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അതിൽ കയറി ഇരുന്ന് തുടങ്ങും. പിന്നെ അവിടെ ഒരു സാധാരണ സാധനം പിടിക്കും. പക്ഷേ അത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഒരു സ്കഡ് മിസൈൽ വെച്ചിട്ട് ജീവിക്കുകയാണെന്നുള്ള കാര്യം ആളുകൾ മറന്നുകൂടാ.